എന്തോന്നടേ ഇത്? ടി വിക്കകത്തൊന്നും ഒരു പരിപാടി. എടാ വെള്ളം എടുത്ത് നമ്മൾ സജീന്റെ കല്യാണത്തിന് വേണ്ട. എന്താടത് നീയൊക്കെ മൗന ജാഥയ്ക്ക് പോകണം. പണ്ടാരം വിശന്നിട്ടും പോണല്ലോ. ഉച്ചക്ക് എന്താ കഴിക്കാൻ? പന്ത്രണ്ടേ കാലായി. താജിന്ന് ബിരിയാണി പറയണമെങ്കിൽ 12:50 സാധനം കിട്ടും. ഹോം ഡെലിവറി സാറിനത് മതിയാ. മൈക്കിളെ പറ്റുവക്കിലെ തീർക്കാണ്ട് അങ്ങോട്ട് കയറണമെന്നാണ് ഷമീറൊക്കെ പറഞ്ഞേക്കണേ. ആകെ ഉണ്ടായിരുന്ന ജോലിയും കളഞ്ഞിട്ട് അവന്റെ അമ്മൂമ്മയുടെ ഒരു വിശപ്പ്. അതെ, ഞാനെന്നാ അവന്റെ അപ്പനെ വിളിച്ചില്ലായിരുന്നു നമ്മുടെ ജോലി പോയനെ. ഇതിപ്പോ 2 പറഞ്ഞു എന്നുള്ള സമാധാനം ഉണ്ടല്ലോ. മാന്നാർ മത്തായി സ്പീക്കിംഗ്. എന്തുട്ടാ? അല്ല, ഈ ഡയലോഗ് ഇതുപോലെ വേറൊരു പടത്തിലുണ്ടെന്ന് പറഞ്ഞ ഉണ്ടാക്കല്ലേ കോപ്പ്. അതെ, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. ഈ കോൾ സെന്റർ ജോലി കൊണ്ടൊന്നും ആരും അംബാനിയായിട്ടില്ല. ഈ ജോലിക്കൊക്കെ ഇത്ര ആഴ്ചയേ ഉള്ളൂ. നമുക്കിനി വേറെ ബസ് പിടിക്കാം. ഞാൻ എന്തായാലും ഇനി ഓർക്കം കളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ 5-നും 10-നും അലച്ചിൽ ഞാൻ ഇതോടെ നിർത്തുക. ഒരാറ്റം ജാഗ്രത വരട്ടെ, അപ്പോൾ നോക്കാം. അരിൻ മോനെ, ഞാനുണ്ടോ നിന്റെ കൂടെ? എനിക്കും മതിയായി തട്ടിക്കുട്ടി ഓരോ പണികൾ. എന്തായാലും ഡെയിലി പ്രായം കൂടല്ലേ, ഇത്തിരി ശമ്പളം കുടിക്കോട്ടെ. പ്രായം കൂടി നിന്റെ ബെൽറ്റ് പൊട്ടാരായി എന്റെ ചക്കരേ. ശ്യാമേ, ദേടാ നിന്റെ ചാരക്കൻ്റെ കടക്ക് പോന്നടാ. നിർത്താറായില്ലടാ നിന്റെ ഈ കച്ചറത്തരങ്ങളൊക്കെ. ഞാൻ ആന്റിയെ കാണാൻ വന്നോന്നല്ല. നിർത്തിയടാ പണ്ടാരം, നിർത്ത്. എന്തടാ തപസ്സെണ്ണം പോയതാ? ഞാൻ തുപ്പാൻ പോയതാ. മതിയായി പണ്ടാരക്കാരന്മാരുള്ള ഈ പൊറുതി. ജീവിക്കാൻ വല്ല വഴിയുണ്ടായിരുന്നേ ഞാൻ എൻ്റെ പാട്ടിന് വേണം. ലോട്ടറി എടുക്കടാ, ലോട്ടറി. നിങ്ങളെന്തിനാ എല്ലാരും കൂടി അവന്റെ നെഞ്ചത്തോട്ട് കയറണേ? 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു തന്നെ. എടാ, നമുക്കാരെങ്കിലും തട്ടിക്കൊണ്ടുപോയാലോ? എന്നിട്ടെന്തിനാ പീഡിപ്പിക്കാനാ? അല്ലടാ, കാശുണ്ടാക്കാൻ. കിഡ്നാപ്പിങ്ങാ? എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, എന്നെ തട്ടിക്കൊണ്ടുപോകും. എന്റെ അപ്പന്റെ കയ്യിലാണ് ഈ പൂത്ത കാശ് വെക്കുന്നത്. ഒരു കാര്യമില്ല, പുള്ളിയുടെ വിചാരം ഇതേ കെട്ടിപ്പിടിച്ചോട്ട് മേലോട്ട് കൊണ്ടുപോകുന്നു. എങ്ങനെയുണ്ട്? ഓക്കെ, നമുക്കിവൻ പറഞ്ഞോലെ ഇവനെങ്ങ് ചമ്പിയാലോ. ഇവന്റെ അപ്പന്റെ കയ്യിലാണെങ്കിൽ പൂത്ത കാശ്, ഹോട്ടല്, ചെമ്മീൻ കെട്ട്, കെട്ടിക്കാൻ പെമ്മക്കളില്ല. പിന്നെ ഇയാൾക്ക് എന്തിനാ ഇത്രയും കാശ്? കിട്ടുന്നാലും 40 നിനക്ക്, ബാക്കി 60 ഞങ്ങൾക്ക്. ഇതൊക്കെ നടക്കുമോ? നടക്കും. താല്പര്യമുള്ളവർക്ക് കൂടെ നിൽക്കും. ആരെയും നിർബന്ധിക്കില്ല. ഷാനു, നീ ഉണ്ടോ? സെറ്റാ. വായിച്ചോക്ക്. പ്രിയപ്പെട്ട ആപ്പനോ തപ്പിക്കൊണ്ട് പോക്കുന്ന എന്തുവാടാ? കൊള്ളാം. എന്ത് അക്ഷരത്തിലുണ്ടെങ്കിലും ആർക്കൊന്നും മനസ്സിലാവില്ല. എന്റെ അപ്പന്റെ കയ്യക്ഷരം അറിയാം. നിന്റെ അപ്പന് നിന്റെ കയ്യക്ഷരം അറിയാം, പക്ഷെ എഴുതൊന്നും വായിക്കാൻ പറ്റില്ലല്ലോ. എന്നാ പിന്നെ നിങ്ങളവിടെ ഉണ്ടാക്കും. അല്ല പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. ഉണ്ടാക്കും. എടാ,
പിന്നെ അപ്പൻ്റെ നമ്പർ പറ. ഷാനു നോട്ട് ചെയ്യൂ. 9747392205. ഷാനു സെറ്റല്ലേ? യെസ് ഡാ. ബാ. എടാ നീ രാവിലെ പോകുന്നില്ലേ? എന്ത് മറ്റേ സാധനം എന്താണ് കോൾ വന്നു? ഹലോ, മന്നെ പണക്കാരാ. സുബ്ബ സുബ്ബ കരയല്ലേ സുബ്ബ, മിഠായി മേടിച്ചില്ല സുബ്ബ. ഗ്ലാസാ. എത്തിയ ഷാനു എന്തായി പോയ കാര്യം? ആൾ ചേട്ടാ. എന്താ അടിയാണാ? ഏതാ സാധനം? സബിൻ സാധനം വാങ്ങാൻ പോയിട്ടുണ്ട്. സബിനാ ആ. സാധനം വാങ്ങനാ? എന്തേ? എടാ നിന്റെയൊക്കെ തല പട്ടി പറ്റി എടുക്കണോ? അവനെ നമ്മൾ തട്ടിക്കൊണ്ടു വന്നേക്കല്ലേ? അത് അവൻ അറിഞ്ഞോണ്ടല്ലേ. അവൻ അറിയണെന്ന് വെച്ചാ അത് വീട്ടിലുള്ളവർക്കല്ലേ അറിയൂ. അവന്റെ തന്തേ സമയം കൂടെ സീനാക്കല്ലേ? ആ ലെറ്റർ ഒന്ന് മാത്രം മതി നമ്മളെല്ലാരും കൊടുക്കാൻ. എടാ നീ ആ പൊട്ടനെ വിളിച്ചിട്ട് പറ വേഗം തിരിച്ചു വരാൻ. ഇങ്ങനെ എടാ ബിവറേജിൽ നമ്പർ ഉണ്ടാ? ഇനി വേറെ ആരെങ്കിലും അവനെ തട്ടിക്കൊണ്ടുപോയോ? ഏയ് ഇനി അവനെങ്ങാനും ചത്തുണ്ടാവോ? ഏയ് ചേച്ചി ചേച്ചി ചത്തുണ്ടാവോ? ഇനി മേടിച്ച കുപ്പിയും കൊണ്ട് ഒറ്റയ്ക്ക് അടിച്ച് എവിടെയെങ്കിലും വീണ് കിടപ്പുണ്ടാവും. number you are trying to reach is currently switched off. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജീവപര്യന്തം 15 അതോ 16? മോർണിംഗ് ഡാ. എന്താണ്ടാ ഉറങ്ങിയ? ശരിക്കും ഉറങ്ങിയ? ശബം. അവനടാ അവൻ ഇനി എത്തിയില്ലേ? ഉണ്ട് കക്കൂസിലാ. വിളിക്കണോ? എടാ കോപ്പ അവൻ ഇതുവരെ വന്നിട്ടില്ല. എല്ലാരും റെഡി ആക്കിയോ? ഉണ്ടേനം ഉണ്ട. ഇനിയൊക്കെ ഒരു വഴിയുള്ളൂ. മുങ്ങ. ഹായ് ഗൈസ്. എന്താ ചൂട്, അയ്യോ. എന്ത് നേരത്തെ എണീറ്റാ? മോനെ എവിടെയായിരുന്നു നീ ഇന്നലെ? നീ ആരുടെ കൂടെ ആയിരുന്നു ഇന്നലെ? നിന്റെ ഫോണിൽ നിന്ന് മറ്റെടുത്തായിരുന്നോടാ? പറടാ. അന്ന് ആരിനും ഷാനും ഇറങ്ങിയില്ലേ? അതിനുശേഷം എനിക്ക് രേഷ്മയുടെ ഒരു കോൾ വന്നു. അപ്പം വേളാങ്കണ്ണിക്ക് പോവാണ്, നാളെ വരുള്ളൂ പറഞ്ഞു. അതായത് ഈ പട്ടിണി കിടക്കുന്ന ആൾക്ക് 1000 രൂപ കടന്നു കിട്ടില്ലേ, ഏതാണ്ട് അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ. ഞാൻ ടൈം ഒട്ടും കളഞ്ഞില്ല. ലിഫ്റ്റ് അടിച്ച് അവളുടെ വീട്ടിലെത്തി. എല്ലാം സെറ്റായിരുന്നടാ. പക്ഷെ വേളാങ്കണ്ണിക്ക് പോയി അവളുടെ തന്ത 6 മണിയായപ്പോൾ കെട്ടിയെടുത്തടേ. എന്നിട്ടെന്ത്, ഞാൻ ഒളിച്ചതാണ് അവളുടെ അപ്പൻ്റെ കട്ടിലിൻ്റെ അടിയിൽ. ഒരു വിധത്തിൽ ഒച്ച ഉണ്ടാക്കാത്ത നേരം വെളുപ്പിച്ചത് എങ്ങനെയാണെന്ന് എനിക്കും അർണോൾഡ് ഷെർസ്നേഗറിനും മാത്രമേ അറിയുള്ളൂ സൈമ. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി അപ്പന്റെയും മോളുടെയും സീൻ ഒറ്റ ദിവസം കണ്ടതിനുള്ള മ്ലേച്ചോംകി രാജാവടെ നിനക്ക് തന്നെടേ. വെറും മിളച്ചനല്ല, നല്ല അസലും മിളച്ചൻ. സിംഗിളാ ഡബിളാ? പറയാനുണ്ടാ നല്ല ഒന്നാം തരം ഡബിൾ കോട്ട്. എടാ നോക്കിയടാ, ആ ബോട്ട് വയറ്റിലേക്കാണ്. അല്ലടാ വേളാങ്കണ്ണിക്ക്. എടാ അപ്പൊ കിഡ്നാപ്പാ? കിഡ്നാപ്പ്
അവൻ്റെ അമ്മൂമ്മയുടെ ഒരു തേങ്ങപ്പെണ്ണാക്ക്